മാർഗദർശക് മണ്ഡലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായുള്ള സനാതന ധർമ്മ സമ്മേളനം കൊല്ലത്ത് നടന്നു. വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും സന്യാസിനിമാരും പങ്കെടുത്ത ധർമ്മ സന്ദേശയാത്ര സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഈ മാസം 6-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ധർമ്മ സന്ദേശയാത്രയാണ് കൊല്ലത്തിന്റെ മണ്ണിൽ സനാതനധർമ്മം എന്ന മഹാസന്ദേശം പകർന്നു നൽകിയത്. ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായുള്ള സനാതന ധർമ്മ സമ്മേളനത്തിൽ സ്വാമി ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകി. സ്വന്തം മഹിമയെയും പൈതൃകത്തെയും വിസ്മരിച്ചതാണ് ആപത്തുകൾക്ക് കാരണമെന്നും അറിവിലധിഷ്ഠിതമായ സനാതനധർമ്മത്തിലൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണമെന്നും സ്വാമി പറഞ്ഞു. നവകേരള സങ്കല്പത്തിലൂടെ ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ സ്വാമി ചിദാനന്ദപുരി സ്വർണത്തിൽ നിന്നും ചെമ്പും, ചെമ്പിൽ നിന്ന് സ്വർണവും നവകേരള സങ്കല്പത്തിന്റെ സൃഷ്ടിയാണെന്നും വിമർശിച്ചു. സർക്കാരിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഓഡിറ്റിംഗ് നടത്തി വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കണം. എങ്കിൽ മാത്രമേ കാണിക്ക നൽകൂ എന്ന് വിശ്വാസികൾ തീരുമാനമെടുക്കണമെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. എങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം പറഞ്ഞത്. ഈ ധർമ്മ സന്ദേശയാത്രയിൽ ഒരിടത്തും പുതുതായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. കാരണം നമ്മുടെ സമാജത്തിന് ഇല്ലാത്തതൊന്നുമില്ല. പക്ഷേ സനാതനധർമ്മം ഇല്ലാതാകുന്നതിലൂടെ ഹിന്ദുവിന്റെ മാത്രമല്ല ഭൂമിയുടെ മുഴുവൻ നാശമാണ് സംഭവിക്കുകയെന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി പറഞ്ഞു. വിശ്വാസങ്ങൾക്കുപരി ധർമ്മം അനുഷ്ഠിക്കാനാണ് നാം തയ്യാറാവേണ്ടതെന്നും സ്വാമിജി ഓർമ്മപ്പെടുത്തി. വിശ്വാസത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുവാൻ തയ്യാറാകണം. സനാതനധർമ്മം എന്നത് സർവരെയും ആശ്ലേഷിക്കുന്ന ധർമ്മമാണത്. ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി ഹിന്ദു നേതൃസമ്മേളനവും നടന്നു. സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള സന്യാസ സമൂഹത്തിന്റെ ശബ്ദമാണ് ധർമ്മ സന്ദേശയാത്രയെന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി വേദാമൃതാനന്ദപുരി ഹിന്ദു നേതൃസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും സന്യാസിമാർ ഇനി പ്രതികരിക്കാൻ മൗനികളായിട്ടിരിക്കാൻ കഴിയില്ല. മുനിമാർക്കിരിക്കാം, പക്ഷേ സമാജത്തിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന സന്യാസിമാർ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രതിബദ്ധത സന്യാസിമാർക്കുണ്ട്. കേരളീയ ഹിന്ദു സമൂഹത്തെ അതിന്റെ തനിമയിലേക്കും ശക്തിയിലേക്കും ഉണർത്തുന്നതിനായി എല്ലാ ഹൈന്ദവ സംഘടനകളിലെയും സന്യാസി ശ്രേഷ്ഠരുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ധർമ്മ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. 21-നാണ് മാർഗദർശക മണ്ഡലം കേരള ഘടകത്തിന്റെ സമാപനം തിരുവനന്തപുരത്ത് നടക്കുക. അമൃത ന്യൂസ്, കൊല്ലം.